ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ തൂത്തുക്കുടിയിൽ എത്തിക്കഴിഞ്ഞു. തൂത്തുക്കുടിയിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എത്തി. പക്ഷേ ലേറ്റായി. അത് കാരണം എനിക്ക് ഈ വരുന്ന വഴിയിലെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ ഓൺ ദ വേ നമ്മൾ കാണുന്ന കാഴ്ച, തൂത്തുക്കുടി എത്താറാകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഉപ്പുപാടങ്ങളാണ്. ഇഷ്ടം പോലെ ഉപ്പെന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ സോൾട്ട്, സ്വന്തം ഉപ്പ്, അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഏരിയയാണ്. അത് കടൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി വരമ്പത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ, എന്നിട്ട് അതിങ്ങനെ ഈ സൂര്യൻ്റെ ചൂടിൽ ഉണങ്ങി വറ്റി ഉപ്പായി മാറുന്ന കാഴ്ചയാണ്. അത് ഈ ഒരു ഭാഗത്തെല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ തിരിച്ച് വന്നതാണ്. നമ്മൾ ആ മെയിൻ ടൗൺ ഏരിയയിൽ നിന്നും കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ഉപ്പുപാടമൊക്കെ കാണാൻ പറ്റും. കുറേ ഉണ്ട് അവിടേക്ക്, ഇങ്ങനെ കണ്ടാണ് വരുന്നത്. പക്ഷേ ലേറ്റ് നൈറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകാം, നമുക്ക് നോക്കാമേ. അപ്പോൾ ഉപ്പുപാടങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര. ഓക്കെ, നല്ല രസമല്ലേ കാണാൻ, നല്ല വൈറ്റ്, ഏതാണ്ട് സ്നോ പോലെ കിടക്കും. പക്ഷേ ഈ ഭാഗത്തെല്ലാം അവരുടെ ലോറിയെല്ലാം വന്നിട്ടാണ് ഇതിങ്ങനെ കൊണ്ടുപോകണത്, പ്രൊഡക്ഷൻ. ഇത് നമ്മളിപ്പോൾ എന്താ പറയുക, പോണ്ടിച്ചേരി റൂട്ടിലേക്ക്, ചെന്നൈ ടു പോണ്ടിച്ചേരി റൂട്ടിലൂടെ സഞ്ചരിച്ചാലും ഇതുപോലെ ഉപ്പുപാടങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഈ തൂത്തുക്കുടി ഒരു പ്രധാന ഏരിയയാണ്. ഈ വരുന്ന വഴിക്കെല്ലാമാണ് ഉപ്പുപാടങ്ങൾ കാണുന്നത്. സോൾട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ കതിരൊക്കെ നട്ടിട്ട് വെക്കില്ലേ, അതുപോലെ തോന്നും. വരമ്പുണ്ട്, അതുവഴി ആ വരമ്പത്ത് എല്ലാം ഇങ്ങനെ ഉപ്പായത് ഇങ്ങനെ കോരി വെച്ചിരിക്കുകയാണ്, നല്ല ഫെയർ വൈറ്റായിട്ടുള്ള സോൾട്ട്. പിന്നെ അത് എടുത്ത് അവർ കളക്ട് ചെയ്തിങ്ങനെ ഉപ്പ് കൂമ്പാരമായിട്ട് വെള്ള മല പോലെ ഇങ്ങനെ കൂട്ടി വെക്കും. ഇതാണ് ഉപ്പിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ രാവിലെ 7:15 മണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലാണ്. എനിക്ക് തോന്നിയിട്ട് എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴേ ഇവിടെ നേരം നല്ല വെളുത്ത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സണ്ണിങ്ങനെ ഉച്ചത്തിൽ എത്തിക്കഴിഞ്ഞ് ഏതാണ്ട് അവിടെ നിൽക്കുകയാണ്. നല്ല വെയിലായി. ബട്ട് സമയം വെച്ച് ജസ്റ്റ് 7:15, 7:20. വാവ്, നല്ല ഭംഗിയില്ലേ നോക്കേ. ഇവിടെ ഇപ്പോൾ നോക്കിയതേ ഉപ്പുപാടം ഇങ്ങനെ. അപ്പോൾ ഇവരെല്ലാം ഇവിടെ, ഞാൻ അകത്തോട്ട് പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നടക്കുന്നുണ്ടോ, അതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാണ്, എന്നാലാണ് ഇത് വരുന്നത്. അവർ കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ട്, സോക്സ് പോലെ എന്തോ ഇട്ടിട്ടാണ്. ആ കുത്തും ഓ ഇതുപോലെ ഇളക്കാൻ പോകണം അല്ലേ. അപ്പോൾ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും. അത് കാരണം അവരിതിങ്ങനെ സോക്സ് ഇട്ടിട്ട്. വാവ്, ഇതെല്ലാം കണ്ടോ ഉപ്പ് ഇതുവരെ. അതായത് ഇങ്ങനെ ഇളക്കി ഉപ്പാകുമ്പോൾ അത് കോരി, ഓക്കെ, വാരി ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൂട്ടി. ഉപ്പ് ഇവിടെ നിന്ന് ഉപ്പ് കൊണ്ടുപോകണം, ശുദ്ധമായ ഉപ്പാണ്. ഇത് കടൽ വെള്ളം, സാധാരണ ചില ഏരിയാസിൽ കടൽ വെള്ളം കൊണ്ട് ചെയ്യും, ചില സ്ഥലത്ത് കടൽ വെള്ളവും ബോർ എന്ന് പറഞ്ഞാൽ ബോർ വാട്ടർ, ദാറ്റ് ഇസ് ഭൂമിയുടെ അടിയിൽ നിന്നുള്ള വെള്ളമാണ് ബോർ ചെയ്ത് വരുമ്പോൾ. ഇവിടെ എല്ലാം ഉപ്പ് വെള്ളമാണ് വരുന്നത്. ആ ഉപ്പ് വെള്ളം ഇങ്ങനെ കോഴിക്കോടാ നാഗർകോവിൽ. ഓക്കെ, ഇവിടെ വന്ന് ജീവിക്കുകയാണ് പാവം, ജോലി ചെയ്ത് കംപ്ലീറ്റ് വെയിലത്ത്. ഓ സ്വന്തമായിട്ടേ കാര്യം ഇവിടെ ജോലി ചെയ്ത് ആണല്ലേ. വീടൊക്കെ മേടിച്ചല്ലേ. அவங்க அங்கிருந்து வருவாங்க, அவங்க வெள்ளவேன்னு வருவாங்க. எங்களுக்கு அவங்களுக்கு உங்களை மாதிரி எங்கள் வீட்டாளுக்கு எங்கள் அப்பாவோட தங்கச்சி மாதிரி 9 பேர் அப்பா கூட பிறந்தே. ഉപ്പ് കൂട്ടി ഇട്ടിരിക്കുന്നു. നോക്കി ഇതിങ്ങനെ പാടത്തുനിന്ന് உப்பு அழுக்கு இருக்குமா, காத்தடிக்கு பத்தியிலா அழுக்கு இருக்கு. இந்த இருக்குங்க உள்ள போக வெள்ளவேன்னு. അതായത് ഇവിടെ കാറ്റടിച്ചിട്ടൊക്കെ മേൽഭാഗമല്ല, അത് കളർ മാറുന്നതാണ്. അകത്തോട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നല്ല വൈറ്റ് കളറാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ്, ഇതാണ് ഒറിജിനൽ ഉപ്പ്. നല്ല വൈറ്റ്. രാവിലെ ഉപ്പ് ഇന്ന് തുടങ്ങാണ്. മധുരം കഴിക്കുന്ന പോലെ ഉപ്പ് കഴിക്കും. അയ്യോ, നല്ല പ്യുവർ സോൾട്ട്.
അതായത് ഇവിടെ രാവിലെ 5 മണിക്ക് വരും, 5 മണിക്ക് വന്ന് 12 മണി വരെ വർക്ക് ചെയ്യണം. പെണ്ണുങ്ങൾക്ക് 590 അല്ലേ, ആണുങ്ങൾക്ക് 600, ഇത്ര സാലറി ആവുമല്ലേ. ഇത് കുറച്ചുകൂടെ ഫൈനറാണ്. ആ ചേട്ടനുണ്ടോ അവിടെ നിന്ന് കോരുന്നു, ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുന്ന ഇങ്ങനെ കോരി വരും, കൂട്ടിയിടും, എന്നിട്ട് കൂട്ടിയിടും. വാവ്, എല്ലാവരും ജോലിയിലാണ്. രാവിലെ 5 o'clock to ഉച്ചയ്ക്ക് 12 മണി വരെ ഈ വെയിലത്ത് ഈ ഉപ്പ് വെള്ളത്തിൽ കാലും വെച്ച് കഷ്ടപ്പെട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ചെറിയ പൈസയ്ക്കാണ്, 600 രൂപയ്ക്കകത്താണ് അവരുടെ സാലറി, 600. ഞാൻ ഉപ്പുപാടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ്. ഈ ചേട്ടൻ ചെയ്യുന്നത് നോക്കിയേ, അതായത് ഈ വെള്ളത്തിൽ നിന്നും ഉപ്പ് ആയ ഭാഗങ്ങൾ, ഉപ്പ് ഗ്രാന്യൂൾസ് ആയി കഴിഞ്ഞു, അതിനെ ഇങ്ങനെ ഒരു എന്താ പറയുക, കോരിയുണ്ട്, അത് വെച്ചിട്ടിങ്ങനെ കോരി ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തേക്ക് പാടത്തേക്ക് ഇങ്ങനെ, ഇതിന് പറയുക വരമ്പത്ത് പറയാമല്ലേ, ഈ നടപ്പാതയുടെ ഈ ഭാഗത്തേക്ക് കോരി വയ്ക്കും. ഇതെല്ലാം കുറേ ആയിരിക്കുവാണ്. ഈ സ്ഥലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരും. ഇങ്ങനെ വരമ്പത്ത് കോരി വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. നല്ല വൈറ്റ് കളറാണ്, നോക്കിയാൽ കാണുമ്പോൾ അറിയാമല്ലോ, സോ പ്യുവർ വൈറ്റ്. വേറെ ഒന്നും അവർ ചേർക്കുന്നതായിട്ട് മനസ്സിലാവില്ല, ഒന്നുമില്ല, ചേർക്കുന്നില്ല. അത് പ്യുവറായിട്ട് സൺ ഡ്രൈഡായിട്ട് വരുന്നതാണ്. ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ ഫീൽഡിനകത്തും ആളുണ്ട്, ഉപ്പുപാടത്തിനകത്ത് ഇങ്ങനെ കോരി വയ്ക്കാനും ഇളക്കി വിടാനും എല്ലാം. അതാണ് അവരുടെ ജോലി. നമ്മളീ പലതരം കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതൊരു പ്രധാന കാര്യമാണ്. ഇങ്ങനെ നോക്കി എൻ്റെ സൈഡ് സോ നൈസ് അല്ലേ, കാണുമ്പോൾ ഭയങ്കര രസമല്ലേ, അല്ല വൈറ്റ് സ്നോ പോലെ. ചേട്ടൻ്റെയൊക്കെ അധ്വാനം വേറെയാണ്. ഈ വെയിലും ഓക്കെ, നമ്മൾ ഇച്ചിരി നേരം വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മൾ അയ്യോ വെയിൽ അതൊക്കെ പറഞ്ഞിങ്ങനെ അപ്സെറ്റ് ആവുന്നു. പക്ഷേ അങ്ങനെയല്ല, അവരുടെ തൊഴിലാണ്. ഇവിടെ കംപ്ലീറ്റ് ഒരു ഉപ്പിൻ്റെ ഒരു എന്താ പറയുക, ഈ കാറ്റിന് പോലും ഉപ്പാണ്. കോരി ഇങ്ങനെ വരമ്പത്ത് കയറ്റുന്നു. എന്ത് പ്രായമുള്ള ചേട്ടനറിയോ ഇത്, നല്ല പ്രായമുണ്ട്, പക്ഷെ പുള്ളി നല്ല അധ്വാനിയാണ്. കണ്ടില്ലേ, ജോലി ചെയ്താലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യം അങ്ങനെയാണല്ലോ. ഇങ്ങനെ കോരി കൊണ്ടുവരും. നോക്കിയാൽ ഈ ഒരു സൈഡിലേക്ക് കൊണ്ട് ആദ്യം ഒതുക്കും, എന്നിട്ടാണ് വരമ്പത്തോട്ട് കോരി വയ്ക്കുന്നത്. ഇവിടെ എവിടെ വെള്ളം കുഴിച്ചാലും, ഇത് ബോർ വെള്ളം എടുത്താലും അത് ഉപ്പ് രസമായിരിക്കും, ഫുൾ ഉപ്പ്. കാര്യം കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അപ്പോൾ ഈ സൈസ് എപ്പടി ചെറുതാവും അത്? இந்த காட்டில் சின்னதல்லையா அது? പൊടിക്കുമാ, കൊഞ്ചം പൊടിക്കുമാ, പൊടിക്ക്. അല്ല പുള്ളിക്ക് ഞാൻ പറയുന്ന വലിയ പിടി കിട്ടിയിട്ടില്ല. പൊടിക്കുമാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പിടിക്കും, നല്ല പിടിക്കും. കുഴപ്പമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള സോൾട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് കളർ കുറഞ്ഞ സോൾട്ട് കൂട്ടിയിട്ട്, അത് ഇവിടുത്തെ അല്ല, അത് ഗുജറാത്തിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവരുന്നതാണ്, അത് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഉപ്പെന്ന് പറയുന്ന കാര്യം നമുക്ക് എന്താ പറയുക, ഒഴിവാക്കാനേ പറ്റില്ല. പക്ഷേ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പ്രഷറുകാർക്കൊക്കെ, എനിക്ക് കുറച്ച് പ്രഷറുള്ള കൂട്ടത്തിലാണ്, ഉപ്പ് കുറയ്ക്കണം എന്ന് പറയില്ലേ, നല്ലോണം കുറയ്ക്കണം. ഉപ്പ് അമിതമായാലും പറ്റില്ല, ഉപ്പിനെ നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോൾട്ട് ഇൻ അവർ ലൈഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഏരിയ. രസമുണ്ടല്ലേ. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ് കനകമ്മ അല്ലേ പേര്, ഈ ചേച്ചിയുടെ പേര് കനകമ്മ. രാവിലെ 5 മണിക്ക് വരും, 5 മണിക്ക് വന്നിട്ട് 12 മണിക്ക് പോകും. വീട്ടിൽ ഹസ്ബൻഡ് അറ്റാക്കിൽ ഇറന്നിട്ടായിരുന്നു. ഓ ഇല്ല അല്ലേ, പയ്യൻ தான் இருக்கும். മോനുണ്ടോ? ഒരു പൊണ്ണുണ്ട് ആണുണ്ട്. ഓക്കെ, മോള് കല്യാണം കഴിച്ചു. ഓക്കെ, മോനുണ്ടല്ലേ. മകൻ മറ്റും കല്യാണം ചെയ്യാൻ വരും. ഓക്കെ, കനകമ്മ പയ്യ ചേച്ചി എടുത്തായിരുന്നു. ഓക്കെ, പോയിട്ട് വരട്ടെ. ശരി. സ്നേഹം. ഇത് റോഡിൻ്റെ സൈഡിലാട്ടോ, ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ കാണാം, ഹൈവേ ആണ്, വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. തൃശ്ശന്തൂർ ടു തൂത്തുക്കുടി പോകുന്ന വഴിയിലും ആ റൂട്ട് പിടിച്ചാൽ മതി, നിങ്ങൾക്കിത് 2 സൈഡിലും കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു നാച്ചുറൽ ഉപ്പ് പ്രൊഡക്ഷൻ്റെ സ്ഥലത്ത് വന്നിരിക്കും. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ല, നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാം അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. ഈ ഉപ്പ് നോക്കിക്കോളൂ, കുറച്ച് കളർ കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇത് പുറത്തുനിന്ന് വരുന്നത്, പുറത്ത് മീൻസ് അതർ സ്റ്റേറ്റ്, ഗുജറാത്ത്. ഒരു ചെറിയൊരു ഡാർക്കാണ്. അവർ പറയായിരുന്നു ഈ ഉപ്പ് കൊള്ളില്ല, അവരുടെ ഇവിടുത്തെ ഉപ്പായിട്ടതല്ല, ഇത് ഷിപ്മെൻ്റാണ്, കപ്പൽ മാർഗം. ഇവിടെ പോർട്ടുണ്ടല്ലോ, കപ്പൽ മാർഗമാണ് വരുന്നത്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് വൈബ്സ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്.
തൂത്തുക്കുടി എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, കോസ്റ്റൽ ഏരിയയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. കംപ്ലീറ്റ് ഒരു ഭയങ്കര രസകരമായൊരു കോസ്റ്റൽ ലൈനുണ്ട് ഇവിടെ പണ്ട് കാലം തൊട്ട് ഫേമസ് ഫോർ ഫിഷിങ്. തൂത്തുക്കുടിയെ പേൾ സിറ്റി എന്നും വിളിക്കും, അതായത് അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരു സമയത്ത് ഓയിസ്റ്റർ ധാരാളമായിട്ട് ഇവിടെ മീൻപിടുത്തം എന്ന് പറയുന്നല്ലോ, ഓയിസ്റ്ററാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത്. അതിനകത്തു നിന്നാണല്ലോ പേൾ വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കഥയുണ്ട്. ഓയിസ്റ്ററിൻ്റെ ഏറ്റവും കൂടുതൽ ഈ കടലിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പേൾ സിറ്റി എന്ന് പറയും. തൂത്തുക്കുടിയെ തമിഴ്നാടിൻ്റെ കടൽ കവാടം എന്നും വിളിക്കുന്നുണ്ട്. തൂത്തുക്കുടി പേൾ ഫിഷറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് ഈ തീരത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ മുത്ത് മീൻപിടുത്തത്തിനും കപ്പൽ നിർമ്മാണ വ്യവസായങ്ങൾക്കും വളരെ പേരുകേട്ട സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഈ തൂത്തുക്കുടി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സമീപത്തുള്ള ഒരു പുരാതന പട്ടണമായിരുന്നു കോർക്കെ വളരെ ഫേമസ് ആയിരുന്നു ആ കാലത്ത്. 2000 വർഷങ്ങൾക്ക് മുന്നേ സമുദ്ര വ്യാപാരത്തിനും മുത്ത് മത്സ്യബന്ധനത്തിനും ഒരു കേന്ദ്രമായിരുന്നു കോർക്കെ. പടിഞ്ഞാറൻ ഇന്ത്യയും റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കിഴക്കൻ എംപോറിയമായ അലക്സാൻഡ്രിയയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുത്ത് മത്സ്യബന്ധനത്തിൻ്റെ കേന്ദ്രമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. പിൽക്കാലത്ത് തൂത്തുക്കുടിയുടെ ഭാഗമായി മാറി ഈ ഒരു സ്ഥലം, അതായത് മുത്ത് മത്സ്യബന്ധനം ഉണ്ടായിരുന്ന കോർക്കെ അല്ല, പിന്നെ ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ, തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ ഒരു വലിയൊരു ഫിഷിംഗ് ഹാർബർ, ഇപ്പോഴും മത്സ്യബന്ധനം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഇവിടെ. പിന്നെ വലിയ സീ പോർട്ട് ഉണ്ടല്ലോ ഇവിടെ, വലിയൊരു തുറമുഖമാണിത്. പിന്നെ എന്താ പറയുക, ആക്ച്വലി പറഞ്ഞാൽ ഇത് 7th century to 9th century പാണ്ഡ്യ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ പ്രദേശമൊക്കെ. പിന്നീട് വന്നത് ചോളാസാണ്. ചോള രാജാക്കന്മാർ 9th century to 12th century. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിന് പറ്റി അതേപോലെ തന്നെ ഇവിടേക്ക് ആദ്യം വരുന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നീട് ഡച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട്, അതായത് ബ്രിട്ടീഷുകാർ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരുടെ അധീനതയിലായി ഇതെല്ലാ ഭാഗങ്ങളും. അപ്പോൾ അങ്ങനത്തെ കുറേ ചരിത്രം ഈ ഒരു തൂത്തുക്കുടിക്ക് പറയാനുണ്ട്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഒരു കോസ്റ്റൽ ബെൽറ്റ് ഏരിയാസി. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ തൂത്തുക്കുടിയിൽ ഒരുപാട് ഈ തുറമുഖങ്ങളൊക്കെ സ്ഥാപിച്ചു. അതിനെ അവർ തൂത്തുക്കുടി എന്ന് വിളിക്കുകയും ചെയ്തു. 17ാം നൂറ്റാണ്ടായപ്പോൾ ഡച്ചുകാരെത്തി, അവർ ഈ തുറമുഖങ്ങളെല്ലാം കൈവശപ്പെടുത്തി. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നത് പഗോഡ നാണയങ്ങളെല്ലാം ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് എക്സ്കവേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു പട്ടണം കീഴടക്കി. ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഭരണാധികാരികൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു ഈ പ്രദേശത്തെല്ലാം. 1986 പഴയ തിരുനെൽവേലി ജില്ലയിൽ നിന്നും വേർപെടുത്തി ഒരു പുതിയ ജില്ലയായിട്ട് ഈ തൂത്തുക്കുടി മാറിയത്. 1752 ശരിക്കും പറഞ്ഞാൽ തൂത്തുക്കുടിയിലെ ഡച്ച് തുറമുഖം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പീരീഡ് ഓഫ് ടൈം. അപ്പം മുത്ത് മുങ്ങിയെടുക്കുക, അതായത് ഓയിസ്റ്റേഴ്സ് മുങ്ങിയെടുക്കുക, മത്സ്യബന്ധന കേന്ദ്രം, അങ്ങനെയുള്ള രീതിയിൽ തൂത്തുക്കുടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിൽ ഒന്നാണ് ഇത്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു മണ്ണാണിത്. ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കും ഈ പ്രദേശങ്ങളെല്ലാം കാണുമ്പോൾ. ഇവിടെ ഇപ്പോൾ അതേ ഈ ഒരു കോസ്റ്റൽ ഏരിയ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബീച്ച് സൈഡാണ്. ഫിഷിംഗ് ഇവിടെയൊക്കെ എന്താ പറയുക, ബോട്ട്സൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുന്നതാണെന്നല്ലോ. പക്ഷേ ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് മീൻ ഉണക്കുന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഉണക്കമീനാണ് ഈ പ്രദേശത്തെല്ലാം കാണുന്നത്. ആ ഭാഗത്തൊക്കെ നെറ്റിൽ ഉണക്കാനിട്ടിട്ടുണ്ട്. ധാരാളം പ്രോഡക്ട്സ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപ്പ്, പിന്നെ അതുപോലെ പരുത്തി നൂല്, സെന്ന ഇലകൾ, പനയുടെ തണ്ടുകൾ, പനനാരുകൾ, പിന്നെ ഉണക്ക മത്സ്യം, നാടൻ മരുന്നുകൾ, അങ്ങനെ പല പല കാര്യങ്ങളാണ് അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. കൽക്കരി, പരുത്തി, കൊപ്ര, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇതൊക്കെ ഇങ്ങോട്ട് ഈ തുറമുഖം വഴി ഇറക്കുമതിയും ചെയ്തിരുന്നു. ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. നമ്മളിച്ചിരി ഏർലിയാണ്. ഇവിടെ നോക്കുമ്പോൾ അതേ കുറേ ലേഡീസൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഫിഷിംഗ് ബോട്ട്സ് വരാൻ വെയിറ്റ് ചെയ്യാണ്, മീൻ കട്ട് ചെയ്ത് കൊടുക്കാനും മേടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക്. എല്ലാ ബോട്ട്സും കടലിൽ പോയിരിക്കുവാണ്. അവരൊരു 9:30 ആകുമ്പോൾ വരും എന്നാണ് പറയുന്നത്. ആ സമയത്ത് വന്നാൽ കാണാൻ പറ്റും. ഇത് ഫിഷിംഗ് ഒരു ഏരിയയാണ്, ഹാർബർ ഏരിയ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പോർട്ട്, വലിയൊരു പോർട്ടാണ്. ആ ഭാഗത്തേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. അകത്തേക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല, ദൂരെ നിന്ന് കാണാം. പോയിട്ട് വരാം. ഓക്കെ, ഇവരെല്ലാം വെയിറ്റ് ചെയ്യണം, ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. ഇവിടെ കംപ്ലീറ്റ് ഉണക്കമീൻ, ഞാൻ പറഞ്ഞല്ലോ ഉണക്കമീൻ്റെ ഒരു ഏരിയയാണ്. ഉണക്കാൻ പറ്റിയ സ്ഥലമാണ്. അത്ര നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മുടെ കൊഴുവ അഥവാ നെത്തോലി ഇഷ്ടം പോലെ ഉണക്കും ഇവിടെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവരോട് വാങ്ങിച്ചാൽ വില കുറച്ചൊക്കെ കിട്ടും. ഫ്രഷാണ്, കണ്ടാൽ അറിയാം. നല്ല ഫ്രഷായിട്ടുള്ള നെത്തോലിയെ ഉണക്കുന്നതാണ്. എനിക്കിഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ കൊഴുവ ഓർ നെത്തോലി, ഉണക്ക നെത്തോലി.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൂത്തുക്കുടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന നോക്കിക്കോളൂ, NTPL, ദാറ്റ് ഈസ് NLC തമിഴ്നാട് പവർ ലിമിറ്റഡ് പവർ പ്രോജക്റ്റാണിത്. വളരെ വലിയ ഹ്യൂജ്, എവിടെ നിന്ന് നോക്കിയാലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണാം, ഇങ്ങനെ വലിയ വലിയ കുഴലുകൾ മുകളിലോട്ട്. കോൾ ബേസ്ഡ് പവർ പ്ലാന്റാണിത്. ഇത് കോൾ ബേസ്ഡ്, കൽക്കരി ബേസ്ഡ് പവർ പ്ലാന്റ്. തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. തൂത്തുക്കുടിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഒരു ഡിസ്ട്രിക്റ്റും കൂടിയാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയും കൂടിയാണ് ടോട്ടലായിട്ട് പറഞ്ഞാൽ. പോർട്ടുണ്ട്, പിന്നെ ഹാർബറുണ്ട്, ഇതുപോലെ പവർ പ്ലാന്റ് ഉണ്ട്, NTPL. ഒരുപാട് തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കര. പക്ഷേ ഇതൊന്നും നമുക്ക് അങ്ങനെ ഇങ്ങനെ കാണുന്നത് തന്നെയാണ് ഭംഗി. നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഏരിയയാണ്. ഞാൻ റോഡിൻ്റെ നടുക്കായിട്ട് ഏകദേശം ഒതുങ്ങി നിൽക്കുന്നു ഇങ്ങനെ. അത് വലിയ ഹൈവേ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2013 കാലഘട്ടത്തിൽ ആണ് ഞാനിവിടെ ലാസ്റ്റ് വരുന്നത്. ആലോചിച്ച് നോക്കും, ഏതാണ്ടൊരു 10-12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ് തൂത്തുക്കുടിയിലേക്ക്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് അന്ന് ഇവിടെ വന്നത്. അന്നും ഈ ഒരു പവർ പ്ലാന്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ഒരു ഹ്യൂജ് മാസീവ് ആയിട്ടുള്ള വലിയ പുകക്കുഴലുകളും ഭയങ്കര എന്താ പറയുക കവർ പോലെ നിൽക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ദാറ്റ് ഈസ് അതും വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്, പോർട്ട് ഏരിയ. ഓക്കെ, അങ്ങോട്ട് പോകാം. എൻ്റെ ദൈവമേ, ലോറി എന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനത്തെ ഒരു വലിയൊരു ഇതാണ്, കാരിയറാണ് ഇത്. വിൻമില്ലിൻ്റെ വൺ ഓഫ് ദ ലീഫ്, ഇങ്ങനെ ലീഫ്സ് ആയിട്ട് അതിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്ന ലോറീസ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം തന്നെ വലിയ കണ്ടെയ്നേഴ്സ് എല്ലാം തുറമുഖത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, തൂത്തുക്കുടി തുറമുഖം അല്ലെങ്കിൽ പോർട്ട്. തൂത്തുക്കുടിയുടെ പോർട്ടിൻ്റെ എൻട്രൻസ് ആണ് പോർട്ട് ഓഫ് തൂത്തുക്കുടി തുറമുഖം. വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്, നമുക്കങ്ങനെ അകത്ത് കയറിയൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. സെക്യൂർഡ് ഏരിയ ആണ് കംപ്ലീറ്റ്. പക്ഷെ നമുക്കൊരു സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് കാണാം ചെറുതായിട്ടൊക്കെ. അതായത് നമ്മൾ ആ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഇപ്പോൾ അവിടെ ഫിഷിങ് വന്ന് കേട്ടോ, ബോട്ട്സ് വന്നു തുടങ്ങി. അതാണ് ഫ്രഷ് മീനൊക്കെ കാണുന്നത്. ഞാൻ ആ പോർട്ട് ഏരിയയിൽ നിന്നും കുറച്ച് നേരം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അത്രയും സെൻസിറ്റീവാണ് ആ പ്രദേശം. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അവൈലബിലിറ്റി ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ആ ഫിഷിങ് ഏരിയ. ഓക്കെ, അവിടേക്ക് തിരിച്ച് വരാൻ എന്തായാലും പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഒരു ബോട്ട് വന്നു, പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ മീനെല്ലാം തീർന്നു, എല്ലാവരും മേടിച്ചിട്ട്. അതിൻ്റെ ഫ്രഷ് നെത്തോലി എടുത്ത് ഉണക്കാനായിട്ടിട്ട്. ഇവിടെ നോക്കിയാൽ കാണാം തുറ്റിക്കോൺ പോർട്ട്, അങ്ങനെ കടലിലേക്ക് നീണ്ടു കിടക്കുന്നതാണ്. ഇവിടുന്ന് ധാരാളം ഷിപ്മെൻറ്റ്സ് പല രാജ്യങ്ങളിലേക്കും പോകാറുണ്ട്. അതിനൊരു പീരീഡ് ഓഫ് ടൈമുണ്ട്, ട്രാവലിംഗ് ടൈം. ദാറ്റ് ഈസ് ഒരു ചൈനയിലൊക്കെ ആണെങ്കിൽ 10 ദിവസം, US ആണെങ്കിൽ 8 days ആണെന്ന് തോന്നുന്നു. യൂറോപ്യൻ കൺട്രീസ് 17 ദിവസം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഈ തുറമുഖം വഴിയല്ലേ അതൊക്കെ നടക്കുള്ളൂ. ഇത് ഈ കാലത്തല്ല, പണ്ട് കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് തൊട്ട് അങ്ങനെയായിരുന്നു. കോർക്കെ എന്ന് പറഞ്ഞായിരുന്നു പഴയ തുറമുഖം. അത് വളരെ നോക്കിയേ, ഈ ബോട്ട് നിറച്ച മീൻ, എൻ്റെ പൊന്നോ, നെത്തോലി. ഇവരിപ്പോൾ വന്നതാണേ. ഇതിൽ നിന്ന് കുട്ടയായിട്ട് ആൾക്കാർ എടുത്തിട്ട് പോകുന്നുണ്ട്, മേടിച്ചിട്ട് അവർ ഉണക്കാനായിട്ടിടുന്നു. അതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇത്രയും നെത്തോലിയോ, ഫ്രഷ്. ഇതെപ്പോൾ പോയതായിരിക്കും അവർ മീൻ പിടിക്കാൻ, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ ഇന്നലെ പോയതാവാം. നമ്മുടെ വീട് ഇവിടെ അടുത്തായിരുന്നെങ്കിൽ മേടിച്ചിട്ട് പോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വാങ്ങാനും പറ്റില്ല, കണ്ട് വിഷമിക്കാനേ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇത് വിലക്കുറവൊക്കെ ആയിരിക്കും കേട്ടോ. അതെ, കുട്ട ഞാൻ വലിയ മറ്റേ കുടയൊക്കെ പിടിച്ച് വന്നിരിക്കുന്നത്. ഇവരെല്ലാം പാവം വെയിലത്ത് കഷ്ടപ്പെടുന്നു. ഞാനിപ്പോൾ ഫിഷിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് തൂത്തുക്കുടിയിലെ. ഇത് നോക്കിയേ, ഇപ്പോൾ ഒരു ബോട്ട് വന്നു, വേറൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ മീൻപിടുത്തം നടക്കുന്നു. ഉൾക്കടലിൽ നിന്നും അവർ തലേദിവസം പോകുന്നവരാണ്, വലിയ നെറ്റിട്ടിട്ടാണ് പിടിക്കുന്നത് കേട്ടോ. അത് രണ്ടാമത്തെ ബോട്ടും വന്നു. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വിസിബിൾ പോയിൻ്റ് ഓഫ് ദി പോർട്ട്. ഇവിടെ തൊട്ട് അവിടം വരെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗം. ഇവിടെ ലേലം വിളി നടക്കുന്നു. ഇവിടെ ഇവരിപ്പോൾ ലേലം വിളിക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. നമ്മൾ വിഴിഞ്ഞം ഹാർബറിലൊക്കെ പങ്കെടുക്കാറുള്ളൂ. എല്ലാം ഇന്ന് ഈ മീൻ അത്രേ ഉള്ളൂ. ഈ മീനിൻ്റെ പേരെന്നാ? ഇവിടെ എന്താ പേര് പറയും? എത്ലിയാ? ഓ, എത്ലി.
ഇവിടെ തമിഴിൽ പറയണ എത്തലി എന്നാണ്, നെത്തോലിക്ക് ഒഴിവ. എത്തലി മീൻ ഇന്ന് ഫുൾ എത്തലി താനേ. ഓ, ഇത് എന്ത് ദൂരം പോകും? 10 കിലോമീറ്ററാ? ഓ, കടലിൽ 10 കിലോമീറ്റർ അകത്തേക്ക്, 10 മുതൽ 20 കിലോമീറ്റർ കടലിൻ്റെ അകത്തേക്ക് പോയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ആ ഭാഗത്താണ് നെത്തിലി മീൻ കിട്ടുന്നത്. ഭീകരമായിട്ട് ഫ്രഷ്. ഇതേ നോക്കി, നല്ല വെളുത്തിരിക്കുന്നു, ഭയങ്കരമായിട്ടൊരു ഷൈനി. അതാണ് ഫ്രഷ്നെസ്സാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലേക്കാണ് ഈ മീൻ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. തൂത്തുക്കുടിയിൽ നിന്നൊക്കെ അല്ലേ ചിലപ്പോൾ മീൻ വരുന്നത്. മാർക്കറ്റിൽ പോകുമ്പോൾ പറയാറുണ്ട് വലിയ നെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇതെവിടെ നിന്നാണ്? തൂത്തുക്കുടിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയും. ഇതിവിടെ നിന്ന് ഐസൊക്കെ ഇട്ടിട്ട് കേരളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഐസൊന്നും ഇല്ലാതെ ഫ്രഷ്. ബട്ട് കേരളത്തിലെത്തുമ്പോൾ ഇത് ഐസിട്ട മീനായി മാറും. അതാണ് തൂത്തുക്കുടി ഫിഷ്. നോക്കി എന്ത് ഫ്രഷാന്ന് നോക്കി. വേറെയും ബോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാവരും തലേദിവസം പോകുന്നവരാണ്. അവരെല്ലാം ഓരോ ബോട്ട്സായിട്ട് കരയോട് അടുക്കുകയാണ്. ഇന്നത്തെ ഹാർവസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ഒരു പ്രധാന മീൻ ഇത് തന്നെയാണ്, നെത്തോലി. അവർ മീൻ കൊണ്ടുപോകണു വാഹനത്തിലേക്ക്. വണ്ടി വന്ന് വെളിയിൽ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ കയറ്റി ഐസൊക്കെ ഇട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ലോറി കണക്കിനാണ് ഫിഷ് തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഈ കടൽ തീരത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 3 കാര്യങ്ങളാണ്. അതായത് 1, ഇവിടുത്തെ മീൻപിടുത്തം മനോഹരമായ കാഴ്ച. 2, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ പ്ലാന്റ് കാണാം. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോർട്ടും കാണാം, തൂത്തുക്കുടി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് കാണും. ഓക്കെ, മതി. ഇനി നമുക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സമയം 9 കഴിഞ്ഞു കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. ഓ, ഇവിടെ ലേലം വിളി ഒരു സൈഡിൽ മീൻ വിൽക്കുന്ന ലേഡീസ് ആൾക്കാരെല്ലാം ഇങ്ങനെ ചുറ്റുമുണ്ട്. ഇവിടെ അയലയൊക്കെ ഉണ്ട് കേട്ടോ. വേറെയും ഫിഷുണ്ട്, നെത്തോലി മാത്രമല്ല. ലേലം വിളി തൂത്തുക്കുടി. ഇതേ ഞണ്ടുണ്ട്. ഒരുപാട് മീനുണ്ടല്ലോ. ഇഷ്ടംപോലെ ഞണ്ട് ഫ്രഷ്. ഞാൻ ഇവിടുന്ന് ലേലത്തിൽ പിടിച്ചിട്ട് പോയാൽ വേറെ 700 രൂപയ്ക്കാണ് ലേലം വിളിക്കുന്നത്. ഞണ്ടാണ് കേട്ടോ, ഇഷ്ടംപോലെ ഞണ്ടുണ്ട്. 100 രൂപ 120 രൂപയ്ക്കൊക്കെ ഒരു കൂറ് പോകുന്നത്. ഇത്രയും വാരി വെച്ചിട്ട് കൊഞ്ചുണ്ട്. ഇതൊക്കെ ഭയങ്കര വിലക്കുറവല്ലേ? ഈ ഞണ്ടൊക്കെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 200 റുപ്പീസിനകത്ത് കിട്ടില്ലേ ഇത്രയും ഞണ്ടൊക്കെ? ഈ കൊഞ്ചൊക്കെ എത്ര രൂപയ്ക്കായിരിക്കും പോകണേ? 400 ഇത്രയും അല്ലേ? ഓക്കെ. ഞണ്ട് 200 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. 100 to 200. ഇത് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ലേഡീസ്. ഇവരൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണ്. ആൾക്കാർ മേടിച്ച് അവരെ കൊടുക്കുമ്പോൾ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഞണ്ട് ക്ലീനിങ്. ഞണ്ട് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സാണ്. ചെറിയ ഞണ്ടാണ്, പക്ഷെ നല്ല ഫ്രഷ്. ഇതൊക്കെ 100-200 രൂപയുടെ മീനാണ് കേട്ടോ. 200 റുപ്പീസ് ഉള്ളി. അവിടെ കൊഴിയാള കുറേ ലേഡീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അവിടുത്തെ എല്ലാം ഫിഷിംഗ് ഹാർബേഴ്സിലെ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ലേലത്തിൽ പങ്കെടുത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ കണ്ടു. ബ്യൂട്ടിഫുൾ, നല്ല കാഴ്ചകൾ. മീനൊക്കെ ഇത്രയും ലാഭത്തിന് വാങ്ങാൻ പറ്റുക, ഫ്രഷായിട്ട് വാങ്ങിക്കാതെ പറയുമ്പോൾ കൊതിയാവുള്ളൂ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡ് സ്പോട്ട്സ് ആണല്ലോ ഞാൻ എപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൂത്തുക്കുടി ഇവിടുത്തെ മെയിനായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വൃന്ദാവൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് നല്ലതാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ആക്ച്വലി രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പക്ഷേ അത് നോർമലായിരിക്കുമല്ലോ. ഇത് കുറച്ച് ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് മീൻസ് ഒരു നല്ല സ്ഥലം, നമ്മൾ അറിഞ്ഞു വരുന്ന സ്ഥലമില്ലേ, അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പലതരം ദോശ, വട, ബദാം മിൽക്കൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ട് വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുത്തെ വിശേഷം ഇതൊക്കെ. പുട്ട്, ആപ്പം, വെൺപൊങ്കൽ, ദോശ, പൂരി. ഈ ഉളുന്ന് കളിയുണ്ടോ? ഉളുന്ന് ഇതൊക്കെ അത് സ്വീറ്റാ? സ്വീറ്റ്. ഓക്കെ, കരുപ്പട്ടി. ഓക്കെ, അത് ഇതിവിടെ രാവിലെ നമ്മൾ മലയാളിയാണെന്ന് അറിഞ്ഞിട്ടാണ് പുട്ട് അപ്പം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കൊരു ഒരു ഉഴുന്ന കളി, പിന്നെ ഒരു പൊങ്കൽ, പൂരി സെറ്റ്,
തൽക്കാലം ആദ്യം ഇത്രയും പറയാം, പിന്നെ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഉഴുന്ന് കരിപ്പട്ടിയും കൊണ്ടുള്ള കളി പോലെ കുറുക്കാണത്. അപ്പോൾ അതങ്ങനെ എല്ലായിടത്തും കണ്ടില്ല. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ അവരുടെ ഇതിൽ ചാർട്ടിലുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ പൂരി സെറ്റ് നല്ലതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ ഊത്തപ്പമൊക്കെ ഉണ്ട് കേട്ടോ, ഉണിയൻ ഊത്തപ്പം. ഇലയിലാണ് വിളമ്പുന്നത്. അപ്പം ഹൈജീനിൻ്റെ പാർട്ട് ഓക്കെ. മല്ലി ചട്നിയോ പിന്നെന്താ മല്ലി ചട്നിയാവും, ടൊമാറ്റോ ചട്നി, തേങ്ങാ ചമ്മന്തി. ആപ്പമുണ്ട്. വീണ്ടും എന്നോട് പറയണം ആപ്പമുണ്ട്. നമുക്ക് ആപ്പം കൂടെ പറയാമല്ലോ. പിന്നെ പൊങ്കൽ നോർമൽ. ഇത് തമിഴ്നാട്ടിൽ വന്നാൽ പൊങ്കൽ മിസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അടദോശയുണ്ട്, മസാല ദോശ, ഗീ റോസ്റ്റ്, അത് നോർമൽ. പിന്നെ ഒണിയൻ ഊത്തപ്പം, കേസരി ഉണ്ട്. തൈര് വട ഉണ്ടോ എന്ന് ചോദിക്കാം. വലിയ പൂരി ആട്ടോ, വലിയ പൂരി സെറ്റ്. പൂരി ഇത് പൂരി ആൻഡ് പൊടിമാസ്. ഇതാണ് ഉഴുന്ന് കളി. പൊങ്കലിൻ്റെ കൂടെ സാമ്പാർ. ആദ്യം ഉഴുന്ന് കുറുക്കിയതിൽ തന്നെ തുടങ്ങാം. ഉഴുന്ന് കളി നല്ല അതായത് ചിക്കനസ് ഉണ്ടാവുമല്ലോ, ഉഴുന്നല്ലേ. ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല സ്വാദ്. കരിപ്പട്ടിയും നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. വെരി ടേസ്റ്റി, അടിപൊളി. അയ്യോ, നിർത്താനേ തോന്നുന്നില്ലല്ലോ. ചൂട് പോകുന്നതിന് മുമ്പേ നമ്മളുടെ പൂരിയിലേക്ക് പൊടിമാസ്. പൊങ്കൽ, അതിൻ്റെ കോമ്പിനേഷൻ സാമ്പാറാണ് അവർ വെച്ചിരിക്കുന്നത്. പൊങ്കൽ നൈസ്. നെയ്യ് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല, നൈസ്. ഇതെല്ലാം ഒന്ന് കഴിക്കാം. ഇഡ്ഡലി ഇവിടെ ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഒരു തൈര് വട ഒരു പരിപ്പ് വട. ഉഴുന്നുവടയൊക്കെ നല്ല ഗുണ്ടുമണിയായിട്ടാണ് ഇരിക്കുന്നത്. പരിപ്പ് വട നല്ല ക്രിസ്പി. അയ്യോ, ഇതുണ്ട്, എൻ്റെ ഈ കൈ വെച്ചാണ് കാണിച്ചത്. ഇതെങ്ങനെയാണ് ക്രിസ്പി പരിപ്പ് വട. ഒരു തൈര് വട കൂടി പറഞ്ഞിട്ടുണ്ട്, നോക്കാം. കേസരിയും പറയാം. ഞാനൊരു ഇഡ്ഡലി കൂടി എടുക്കുന്നു. ചമ്മന്തീസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ട്. തക്കാളി ചട്നി, മല്ലി ചട്നി, സോഫ്റ്റ് ഇഡ്ഡലി, അത് നൈസ്. ആൻഡ് തേങ്ങ. അടിപൊളി കേട്ടോ, ഇഡ്ഡലി ആൻഡ് കോംബോ. ഇനി സാമ്പാർ. പ്രമാദം. നോക്കൂ, തേങ്ങാപ്പാല. വാവ്. ഇതെനിക്ക് ട്രിച്ചി ഓർമ്മ വരുന്നുണ്ട്. ട്രിച്ചിയിലല്ലേ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കഴിച്ചേ. അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കഴിഞ്ഞത് സാമ്പാർ വട, തൈര് വട. സാമ്പാർ വടയാ? ഓക്കെ, ഒരെണ്ണം എടുക്കും. തൈര് വട ഇല്ല, സാമ്പാർ വടയുള്ളൂ. ഒന്നും കുറയ്ക്കുന്നില്ല, എല്ലാം ടേസ്റ്റ് ചെയ്ത് പോകാം. അപ്പം വരെ കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് അപ്പം. തമിഴ്നാട്ടിൽ വന്നാൽ ഇതൊരു സുഖമാണ് കേട്ടോ. അടിപൊളി വെജിറ്റേറിയൻ, നോൺ വെജ് എല്ലാം കഴിക്കണം. എനിക്ക് കൂടുതലിഷ്ടം വെജ് കഴിക്കാനാണ്. ടിഫിൻ ഐറ്റംസ്. തേങ്ങാപ്പാൽ നിറച്ച്, തേങ്ങാപ്പാൽ വിത്താണ്.
അപ്പം കൊള്ളാം. ഭയങ്കര സ്വീറ്റ് അല്ല കേട്ടോ. അപ്പം മീൻസ് നോർമൽ. ഇതിൽ പഞ്ചസാര ഇടണം. ഇടാതെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഷുഗർ. സോറി, എൻ്റെ മിസ്റ്റേക്ക്. നാട്ടിൽ ചക്കരയും ഉണ്ട്, നോർമൽ ഷുഗറും ഉണ്ട്. അത് നമ്മൾ തേങ്ങാപ്പാലിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വേണം ചെയ്യേണ്ടിയിരുന്നു. പെർഫെക്റ്റ്. സാമ്പാർ വഴിയും കൊണ്ടുവച്ചു. അടിപൊളി. നല്ല സോക്ക് ചെയ്ത് വിത്ത് കബാവ. അടിപൊളി. ഞാനൊരു കോഫിയും കൂടെ പറയാമല്ലേ. ഞാൻ എൻ്റെ കോഫി ക്യാൻസൽ ചെയ്തു, പകരം റോസ്, തണുത്ത റോസ്. ഇവിടെ ബദാം മിൽക്കാണ് ചോദിച്ചു, പക്ഷേ ബദാം മിൽക്ക് ഇല്ല, തീർന്നു പോകും. അത്ര രാവിലെ 9:30 കഴിഞ്ഞ കേട്ടോ. ഇപ്പം മണി 10 കഴിഞ്ഞു. 10-10:15 അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ വൃന്ദാവനിൽ നിന്നും ഇനി തിരിച്ച് ഹോട്ടലിൽ പോകുന്നു, ഡ്രസ്സ് മാറുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതുവരെ